ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം റോസ് പ്ലാന്റ്സിൻ്റെ ഹാർഡ് പ്രൂണിങ് എങ്ങനെ ചെയ്യാം, അതുപോലെ ഹാർഡ് പ്രൂണിങ് ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കണ്ടതിന് ശേഷം ഒരുപാട് പേര് ചോദിച്ച ഒരു കാര്യമാണ് റോസ് ചെടികൾ ഇനി നന്നായിട്ട് വളരാൻ എന്തെല്ലാം ഫെർട്ടിലൈസറാണ് കൊടുക്കേണ്ടത്, പ്രൂണിങ്ങിന് ശേഷം കൊടുക്കേണ്ട ഫെർട്ടിലൈസർ ഏതൊക്കെയാണെന്നൊന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ പ്രൂണിങ്ങിന് ശേഷം നമ്മുടെ റോസ് ചെടികളിൽ നിറയെ പുതിയ തളിരിലകളൊക്കെ വരാനായിട്ട് നമ്മൾ ചെയ്തു കൊടുക്കേണ്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. റോസ് ചെടികൾ ഹെൽത്തി ആയിട്ടും ബുഷായിട്ടും വളരാനും അതുപോലെ നിറയെ പൂക്കൾ വരാനും ഒക്കെ ആയിട്ട് നമ്മൾ ചെയ്തു കൊടുക്കേണ്ട ഒരു കാര്യമാണ് പ്രൂണിങ്. പലരും പ്രൂണിങ് ചെയ്യാൻ മടി കാണിക്കാറുണ്ട്. പലരും പറയാറുണ്ട് പ്രൂണിങ് ചെയ്യാൻ മനസ്സ് വരുന്നില്ല, പ്രൂണിങ് ചെയ്താൽ ചെടികൾ അങ്ങനെ നശിച്ചു പോകുമെന്നൊക്കെയാണ് പലരും ചോദിക്കാറുള്ളത്. എന്നാൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, റോസ് ചെടികൾ നശിച്ചു പോകാൻ വേണ്ടിയിട്ടല്ല നമ്മൾ പ്രൂൺ ചെയ്യുന്നത്, റോസ് ചെടികൾ നന്നായിട്ട് വളരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വളർച്ച മുരടിച്ച് നിൽക്കുന്ന റോസുകളെയൊക്കെ പ്രൂൺ ചെയ്ത് അതിനാവശ്യമായിട്ടുള്ള വളങ്ങളൊക്കെ കൊടുത്താലാണ് ആ പ്ലാന്റ് നന്നായിട്ട് വളർന്ന് അതിൽ പൂക്കളൊക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ പ്രൂണിങ്ങിന് ശേഷം ചെടികൾ നശിച്ചു പോകാനുള്ള ഒരേ ഒരു കാരണം ഫംഗൽ പ്രോബ്ലമാണ്. അതിന് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക, അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ റോസ് ചെടികൾക്ക് മസ്റ്റായിട്ട് ചെയ്തു കൊടുക്കേണ്ട കാര്യമാണ് പ്രൂണിങ്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ടോപ്പ് സോയിൽ ചേഞ്ചിങ്. ടോപ്പ് സോയിൽ ചേഞ്ചിങ് ഏത് പ്രായത്തിലുള്ള ചെടികൾക്കാണ് ചെയ്യേണ്ടത്, ഇത് ചെയ്താലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്, ഇതെങ്ങനെ ചെയ്യണം, ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം. കാരണം വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് പലരും ഡൗട്ട് ചോദിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം. അപ്പോൾ ടോപ്പ് സോയിൽ ചേഞ്ച് ചെയ്യേണ്ടത് ഹാർഡ് പ്രൂണിങ് ചെയ്തതിന് ശേഷമാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ഹാർഡ് പ്രൂണിങ് ചെയ്ത ഒരു പ്ലാന്റാണിത്. അപ്പോൾ ഈ പ്ലാന്റിൻ്റെ ടോപ്പ് സോയിലാണ് ഞാനിനി മാറ്റി കൊടുക്കാൻ പോകുന്നത്. ഇത് 3 വർഷത്തിൽ കൂടുതൽ പ്രായമുള്ള ഒരു പ്ലാന്റാണ്. അപ്പോൾ നമ്മളൊരു പ്ലാന്റ് നട്ട് 1 വർഷം കഴിഞ്ഞാൽ ഓരോ വർഷവും ഇതുപോലെ ടോപ്പ് സോയിൽ ചേഞ്ച് ചെയ്ത് കൊടുത്താൽ പ്ലാന്റിന് നല്ല ഗ്രോത്ത് ഉണ്ടാകും. അപ്പോൾ ഇത് കണ്ടല്ലോ, പോട്ടിൻ്റെ താഴെ ഭാഗത്തിരിക്കുന്ന മണ്ണാണ്, അതുപോലെ നല്ല ഇളക്കമുള്ളതാണ്. എന്നാലും നമ്മൾ ഈ ടോപ്പ് സോയിൽ മാറ്റി കൊടുക്കണം. അതുകൊണ്ട് നമ്മുടെ ചെടികൾക്ക് ഒത്തിരി ഗുണങ്ങളുണ്ട്. അതായത് മഴക്കാലത്ത് നമ്മൾ റോസ് ചെടികൾക്ക് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. ഓർഗാനിക് വളങ്ങളൊക്കെ കൊടുത്താൽ ചെടിയിൽ പെട്ടെന്ന് ഫംഗൽ ഇൻഫെക്ഷൻ വന്നിട്ട് ചെടികൾ നശിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ കെമിക്കൽ ഫെർട്ടിലൈസർ നമ്മൾ സ്ഥിരമായിട്ട് കൊടുക്കുമല്ലോ, അതിൽ ചെറിയ തോതിൽ ഉപ്പിൻ്റെ അംശം ഉണ്ടാകും. കെമിക്കൽ വളങ്ങളിലെല്ലാം ഉപ്പിൻ്റെ അംശം ഉണ്ടാകും. അപ്പോൾ ഈ ഉപ്പിൻ്റെ അംശം ഇങ്ങനെ മണ്ണിൽ കെട്ടിക്കിടന്നാൽ ചെടിയുടെ ഗ്രോത്ത് സ്ലോ ആകും. അപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ടോപ്പ് സോയിൽ ഇങ്ങനെ ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ മുകളിലുള്ള മണ്ണ് ഏകദേശം ഒരു 3 ഇഞ്ചോളം മണ്ണ് നമ്മൾ മാറ്റി കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ മാറ്റുന്നത് കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഉപ്പുരസം കുറയ്ക്കാൻ പറ്റും. അതുമാത്രമല്ല ചെടികളുടെ വേരുകൾക്ക് നല്ല എയറേഷൻ കിട്ടും. അതുകൊണ്ട് തന്നെ വേരുകൾ നന്നായിട്ട് വളരും, ചെടിക്ക് നല്ല ഗ്രോത്ത് ഉണ്ടാകും. അപ്പോൾ ഇതാ ഞാൻ 3 ഇഞ്ചോളം മേൽമണ്ണ് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നറിയോ, ഇനി നമ്മൾ പുതിയ മണ്ണ് ഫില്ല് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് ചെടികൾ നടാനായിട്ട് ട്രീറ്റ് ചെയ്ത് വെച്ച മണ്ണാണ്. അപ്പോൾ ഈ ട്രീറ്റ് ചെയ്ത മണ്ണ് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇതാ 2 ഇഞ്ച് ഫില്ല് ചെയ്യാൻ ആവശ്യത്തിനുള്ള മണ്ണ് മാത്രമേ ഞാനിവിടെ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതിലേക്ക് ഇനി നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് എന്താണെന്നറിയോ, ഗ്രോത്ത് മിക്സറാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാം ഗ്രോത്ത് മിക്സർ എന്താണെന്ന്. ഇനി അറിയാത്തവരുണ്ട്, ആദ്യമായിട്ട് വീഡിയോ ഒക്കെ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ആ വീഡിയോ കണ്ടു നോക്കുക. 1 കപ്പ് ഗ്രോത്ത് മിക്സറാണ് ഞാൻ ഈ മണ്ണിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഒരു പ്ലാന്റിനുള്ള അളവാണ്. അതായത് 10 ഇഞ്ച് മുതൽ അതിലും വലിയ സൈസുള്ള പോട്ടുകളിലേക്കൊക്കെ ഈ ഒരു അളവിൽ ഗ്രോത്ത് മിക്സർ ചേർത്താൽ മതി. ഇനി ചെറിയ പോട്ടാണെങ്കിൽ ഗ്രോത്ത് മിക്സറിൻ്റെ അളവ് കുറയ്ക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം പോട്ടിൽ ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ എല്ലാ വർഷവും ചെയ്ത് കൊടുത്താൽ നമ്മുടെ റോസ് ചെടികളൊക്കെ ഹെൽത്തി ആയിട്ട് വളരും, അതുപോലെ തന്നെ നന്നായിട്ട് പൂക്കളുണ്ടാവും. അപ്പോൾ പലരും ചോദിക്കാറുണ്ട് വീഡിയോസിൽ പൂക്കളൊക്കെ കണ്ടിട്ട്, എങ്ങനെയാണ് ഇത്രയും പൂക്കൾ ഉണ്ടാവുന്നത്, എന്താണ് ഇതിൻ്റെ സീക്രട്ട് എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. അപ്പോൾ പൂക്കൾ ഉണ്ടാവുന്നതിൻ്റെയും ചെടികൾ നന്നായിട്ട് വളരുന്നതിൻ്റെയും എല്ലാ സീക്രട്ടും ഞാൻ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസ് ഫോളോ ചെയ്താൽ നിങ്ങൾക്കും നിങ്ങളുടെ പ്ലാന്റ്സൊക്കെ ഇതുപോലെ ആക്കിയെടുക്കാം. ഇനി റോസ് കെയറിങ് കുറച്ചുകൂടെ ഡീപ്പായിട്ട് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് റോസ് പ്ലാന്റിംഗ് ചലഞ്ച് ക്ലാസ്സിൽ പങ്കെടുക്കാം. ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ ആഗ്രഹമുള്ളവർക്ക് നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാം. ഇനി പ്രൂണിങ്ങും
ടോപ്പ് സോയിൽ ചേഞ്ചിങ്ങും കഴിഞ്ഞ റോസിൻ്റെ 1 വീക്ക് കഴിഞ്ഞപ്പോഴുള്ള അപ്ഡേഷൻ നിങ്ങളെ കാണിക്കാം. കണ്ടോ എത്രമാത്രം ഷൂട്ട്സാണ് അതിൽ വന്നിട്ടുള്ളതെന്ന്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഷൂട്ട്സ് വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ എല്ലാ ദിവസവും മഴ പെയ്യാറുണ്ട്, വൈകുന്നേരങ്ങളിലും രാത്രിയിലൊക്കെ മഴ പെയ്യാറുണ്ട്. എന്നിട്ട് പോലും പ്ലാന്റിൽ ഫംഗൽ ഇൻഫെക്ഷൻ ഒന്നും വന്നിട്ടില്ല. പിന്നെ അത് മാത്രമല്ല, നമ്മൾ പ്രൂൺ ചെയ്ത കമ്പ് കണ്ടോ ഇപ്പോഴും അതുപോലെ തന്നെയാണ് നിൽക്കുന്നത്. അതിനൊരു കറുപ്പ് കളർ ഒന്നും വന്നിട്ടില്ല. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്നറിയോ, നമ്മൾ കട്ട് ചെയ്ത ഉടനെ തന്നെ ഫംഗിസൈഡ് സ്പ്രേ ചെയ്തില്ലേ, അതുകൊണ്ടാണ് കമ്പുകൾ ഇത്രയും ഫ്രഷ് ആയിട്ട് നിൽക്കുന്നത്, കറുപ്പ് കളറൊന്നും വരാതെ. അപ്പോൾ നിങ്ങളും ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇനി പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്